നമസ്കാരം. റഷ്യ ഉക്രൈൻ യുദ്ധം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമാക്രമണം അതിരൂക്ഷമാവുന്നു. പല പ്രാവശ്യം സമാധാനത്തിനായുള്ള ചർച്ചകൾ അമ്പെ പാളിപ്പോകുന്ന സാഹചര്യമായിരുന്നു നിലനിൽക്കുന്നത്. സ്വിസ് നഗരമായ ജനീവയിൽ നടന്ന 2 ദിവസത്തെ സമാധാന ചർച്ച കാര്യമായ പുരോഗതിയില്ലാതെയാണ് അവസാനിച്ചത്. വെടിനിർത്തൽ നടപ്പിലാക്കൽ, അതിന്റെ മേൽനോട്ടം തുടങ്ങിയ കാര്യങ്ങളിൽ ധാരണയായി എന്നും എന്നാൽ ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല എന്നുമാണ് ഉക്രൈൻ പ്രസിഡന്റ് വോളോദിമീർ സെലൻസ്കി അന്ന് വ്യക്തമാക്കിയത്. എന്തായാലും യുദ്ധത്തിനിടെ റഷ്യ പിടിച്ച യുക്രൈന്റെ വ്യാവസായിക മേഖലയായ ഡോൺബാസ് അടക്കമുള്ള പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്ന കാര്യത്തിലാണ് പ്രശ്നം നിലനിൽക്കുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ ഉക്രൈന്റെ സപോറിഷ്യയുടെ കാര്യത്തിലും തീർപ്പുണ്ടായില്ല. നിലവിൽ അത് റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. എന്തായാലും ഞായറാഴ്ച റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെ ലക്ഷ്യമിട്ട് ഉക്രൈൻ നടത്തിയ വൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് നഗരത്തിലെ 4 പ്രധാന വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചുപൂട്ടി. മോസ്കോ ലക്ഷ്യമിട്ടെത്തിയ 11 ഡ്രോണുകൾ ഉൾപ്പെടെ ആകെ 71 ഉക്രൈൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നത്. ഷെറമെറ്റീവോ, ഡൊമോഡോവ, വിനോക്കോ, ഷുക്കോക്കി എന്നീ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം സുരക്ഷാ കാരണങ്ങളാൽ 1 മണിക്കൂറോളം നിർത്തിവെച്ചിരുന്നു. ജനവാസ മേഖലകൾ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും മോസ്കോ നഗരം കനത്ത ജാഗ്രതയിലാണ്. റഷ്യയുടെ ഉൾപ്രദേശമായ ഉദ്മൂർത്തിയിലെ മിസൈൽ നിർമ്മാണശാലയ്ക്കു നേരെ ഉക്രൈൻ നടത്തിയ ആക്രമണമാണ് റഷ്യ ഇപ്പോൾ പ്രകോപിപ്പിച്ചത്. ഹ്രസ്വദൂര മിസൈലായ ഇസ്കന്ദർ, വൻ നാശകാരിയായ ടോപോൾ M എന്നിവ നിർമ്മിക്കുന്ന വോട്കിൻസ്കിലെ പ്ലാന്റിനു നേരെയാണ് ഉക്രൈൻ സ്വന്തമായി വികസിപ്പിച്ച ഫ്ലോമിംഗോ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. ഉക്രൈന്റെ ഊർജ മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യ ഞായറാഴ്ച 50 ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും 297 ഡ്രോണുകളുമാണ് തൊടുത്തുവിട്ടത്. കീവ്, ഒഡേസ, ഖാർക്കീവ് മേഖലകളിൽ വൈദ്യുതി നിലയങ്ങൾ തകർത്തെറിഞ്ഞു. -10°C താപനില താഴ്ന്ന സാഹചര്യത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ വെള്ളവും വെളിച്ചവും ചൂടും ഇല്ലാതെ ദുരിതത്തിലായി. കീവിലെ ഒരാൾ കൊല്ലപ്പെടുകയും കുട്ടികളടക്കം 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എലവിലെ ഒരു കടയിലുണ്ടായ സ്ഫോടനത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും കൊല്ലപ്പെട്ടു. US-ന്റെ മധ്യസ്ഥയിൽ ജനീവയിലും UAE-യിലും നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിലായിരുന്നു വീണ്ടും ആക്രമണം ശക്തമാക്കിയത്. പിടിച്ചെടുത്ത ഭൂമി വിട്ടു നൽകില്ല എന്ന് റഷ്യയും പ്രവശ്യകൾ വിട്ടുകൊടുക്കില്ല എന്ന് ഉക്രൈനും നിലപാട് കടുപ്പിക്കുകയാണ്. റഷ്യയിൽ നിന്നും വീണ്ടും ആക്രമണം ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയ സുരക്ഷാ ഉറപ്പാണ് ഉക്രൈൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ റഷ്യ നയതന്ത്രത്തെക്കാൾ കൂടുതലും നിക്ഷേപം നടത്തുന്നത് ആക്രമണങ്ങളിലാണ് എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വോളോദിമീർ സെലൻസ്കി വ്യക്തമാക്കുന്നത്. എന്തായാലും ഇരുവരും തമ്മിലുള്ള യുദ്ധം ഏതൊക്കെ നിലയിൽ എത്തുമെന്ന് എന്തായാലും കാത്തിരുന്നു നോക്കാം.